ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. 10th പ്രിലിംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിനു മുമ്പ് ചെയ്ത 2 ക്ലാസ്സുകളും കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്റ്റോടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനോടൊപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളുകൂടി നമുക്ക് പഠിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2021 നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 44ാം വയലാർ അവാർഡ് നേടിയതാരെന്നാണ്. ഓപ്ഷൻ സി ആച്ചേരി രാമചന്ദ്രനാണ് ആൻസർ. 44ാം വയലാർ അവാർഡ് 2020 നൽകിയത്. ആച്ചേരി രാമചന്ദ്രൻ്റെ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ്. 2021 45ാം വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 45ാം വയലാർ അവാർഡ് ലഭിച്ചത്. ഇനി 46ാം വയലാർ അവാർഡ് ലഭിച്ചത് ഹരീഷിൻ്റെ മീശ എന്ന കൃതിക്കാണ്. ഇനി 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചതാർക്കെന്നാണ്. ഡോക്ടർ എം ലീലാവതിക്കാണ് 2020 ONV പുരസ്കാരം ലഭിച്ചത്. 2021 ലഭിച്ചത് വീരമുത്തു എന്ന ആൾക്കാണ്. 2022 ടി പത്മനാഭനാണ്. 2023 സി രാധാകൃഷ്ണൻ. 2024 പ്രതിഭ റായ്ക്കാണ്. 2024 ONV പുരസ്കാര ജേതാവ് പ്രതിഭ റായാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണെന്നാണ്. ഓപ്ഷൻ ബി ആണ്, പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന കൃതി. ഇനി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പറ്റി പറയുകയാണെങ്കിൽ 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, ഇലിഞ്ഞു പൊലിഞ്ഞ ലോകം എന്നിവ. ഇനി 2007 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ONV കുറുപ്പ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് പോക്കുവെയിൽ മണ്ണിലെഴുതി. ഇതൊരു ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. ഇനി മലയാളത്തിലെ പ്രമുഖ കവിയും വിവർത്തകനുമാണ് ആറ്റൂർ രവിവർമ്മ. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരെന്നാണ്. ഓപ്ഷൻ സി വി മധുസൂദനൻ നായർക്കാണ് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി തുടങ്ങിയത്. 2024 ലഭിച്ചത് കെ ജയകുമാറിനാണ്. കെ ജയകുമാറാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതെന്നാണ്. ഓപ്ഷൻ ഡി അച്ഛൻ പിറന്ന വീടാണ് കൃതി. വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ് മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ആൻസർ. പുരസ്കാരങ്ങളുടെ ഭാഗം നന്നായിട്ട് നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലറിയാം 5 ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് പുരസ്കാരങ്ങളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചാനലിൽ എല്ലാ പുരസ്കാരങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. 2024 ഇതുവരെയുള്ള എല്ലാ പുരസ്കാരങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സാണിത്. ഇതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന് സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ബ്രിട്ടനിലെ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ്. ഋഷി സുനാക്കാണ് ആൻസറായി വരുന്നത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരി സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഇൻ്റർനെറ്റ് ലഭ്യതയാണ് ആൻസർ. 2020 മൗലികാവകാശങ്ങളുടെ ഗണത്തിലേക്ക് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയോടെ കൊണ്ടുവന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായി കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്. ഉത്തർപ്രദേശിലെ മന്ത്രിയായിരുന്നു കമൽ റാണി വരുൺ. ഇദ്ദേഹം കോവിഡ് ബാധിച്ച് മരണപ്പെടുകയായിരുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതെന്നാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണെന്നാണ്? 5 മണിക്കൂർ 30 മിനിറ്റാണ് ആൻസർ. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത് അലഹാബാദിലൂടെയാണ്. ഈ രേഖാംശം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻവിച്ച് മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ ആണ്. കിഴക്ക് പടിഞ്ഞാറ് ദൂരം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻവിച്ച് മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ. സീറോ മെറീഡിയൻ എന്നറിയപ്പെടുന്നതാണ് പ്രൈം മെറീഡിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതെന്നാണ്? ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഓപ്ഷൻ ബി ആരവല്ലിയാണ് ആൻസർ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുശിഖർ ആണ്. ഗുരുശിഖർ ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. അതുപോലെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. അതുപോലെ ആരവല്ലി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഹാൽഡിഗഡ് ചുരം. അതുപോലെ ആരവല്ലി തായ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അജ്മീർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതെന്നാണ്? ഓപ്ഷൻ സി ആനമുടിയാണ് ആൻസറായി വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഈ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായിട്ടും പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഓപ്ഷൻ സി വൃഷ്ടിപ്രദേശമാണ്. വൃഷ്ടിപ്രദേശമാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതെന്നാണ്? ഓപ്ഷൻ ഡി രവിയാണ്. രവി നദീതീരത്താണ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഗംഗാനദി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹാബാദ്, ഉത്തർപ്രദേശിലെ അലഹാബാദിൽ വെച്ചിട്ട്. രാജസ്ഥാനിലെ ആരവല്ലി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. സാൾട്ട് റിവർ ആൻഡ് ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ലൂണി. അതുപോലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഈ ലൂണി നദി. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാനദി. 2008 നവംബർ 4-നാണ് ഗംഗാനദിയെ ഇന്ത്യയിലെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. മാർച്ച് മുതൽ മെയ് വരെ എന്നാണ് ആൻസർ. ഇന്ത്യയിലെ ശൈത്യകാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതുപോലെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടമാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതെന്നാണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഫലഭൂഷ്ടമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തര മഹാസമുദ്രം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമുദ്രം. ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ. പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശങ്ങളിലെ പ്രധാന വിളകളാണ് ഗോതമ്പും ചോളം, കരിമ്പ് എന്നിവ. 19-ാമത്തെ ക്വസ്റ്റ്യൻ, പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്നാണ്? ഓപ്ഷൻ ബി തമിഴ്നാട്ടിലാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശാണ് ആൻസർ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇനി കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. ഇരവികുളം ദേശീയോദ്യാനം, അതുപോലെ സൈലന്റ് വാലി, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരെന്നാണ്? ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയവരും അതുപോലെ ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയതുമായ വിദേശികൾ പോർച്ചുഗീസുകാരാണ്. 22-ാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപം അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നാണ്? ഓപ്ഷൻ എ ശിപ്പായി ലഹളയാണ് ആൻസർ. ബ്രിട്ടീഷുകാരനായ ജോൺ ലോറൻസ് സീലിയാണ് 1857 വിപ്ലവത്തിന് ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ ബ്രിട്ടീഷുകാർ ചെകുത്താൻ്റെ കാറ്റ് എന്നും
ഈ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെന്നാണ്? ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആൻസർ. 1773 മുതൽ 1785 വരെയുള്ള കാലഘട്ടത്തിലാണ് വാറൻ ഹേസ്റ്റിങ്സ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെട്ടപ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അതുപോലെ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ്. ബംഗാളിൽ ദ്വിഭരണം റദ്ദ് ചെയ്ത ഭരണാധികാരി ആദ്യം ചോദിച്ചാൽ അതും വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ്. ഇനി 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായ വ്യക്തിയാണ് വില്യം ബെന്റിക് പ്രഭു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. അതുപോലെ ഉദാരമനസ്കനായ ഗവർണർ ജനറലും എന്നറിയപ്പെടുന്നതും വില്യം ബെന്റിക് പ്രഭു ആണ്. 1829 സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. കോൺവാലിസ് പ്രഭു ഇന്ത്യയിലെ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. അതുപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെന്നാണ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ് ആൻസർ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ആധുനിക ഭാരതത്തിൻ്റെ ആദ്യ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ്. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815 അതുപോലെ ഹിന്ദു കോളേജ്, കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത് 1817 അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് തന്നെയാണ് ആൻസർ. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങളാണ് തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, 1805 ഇത് എഴുതിയത്. ഇനി അടുത്തതാണ് ജീസസിൻ്റെ കൽപ്പനകൾ, 1820 എഴുതിയ പുസ്തകമാണ് ജീസസിൻ്റെ കൽപ്പനകൾ. അതുപോലെ 1815 വേദാന്ത ഗ്രന്ഥം എഴുതിയത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരെന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ജവഹർലാൽ നെഹ്റു ആണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1964 ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം 1955 അതുപോലെ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ചോദിച്ചാൽ അത് മദർ തെരേസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീൽ ദർപ്പൺ രചിച്ചതാരെന്നാണ്? ഓപ്ഷൻ ബി ദീനബന്ധു മിത്രയാണ് ആൻസർ. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരെന്നാണ്? ഓപ്ഷൻ ബി KR നാരായണനാണ് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി. 1997 മുതൽ 2002 വരെയാണ് KR നാരായണൻ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നത്. KR നാരായണൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലാണ്. KR നാരായണൻ്റെ മുഴുവൻ പേര് കോച്ചേരിൽ രാമൻ നാരായണൻ എന്നാണ്. കോച്ചേരിയിൽ രാമൻ നാരായണൻ. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ ദളിത് വംശജൻ കൂടിയാണ് KR നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരെന്ന്? ഓപ്ഷൻ ഡി ഡോക്ടർ S രാധാകൃഷ്ണനാണ് ആൻസർ. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. അതുപോലെ എതിർ സ്ഥാനാർത്ഥിയില്ലാതെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയുമാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയാണ് VV ഗിരി. ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് VV ഗിരി. കേരള ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് VV ഗിരി. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ്. 1950 മുതൽ 1962 വരെ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായിട്ട് 2 തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ്.
ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി കൂടിയാണ്. അതുപോലെ ഇന്ത്യയുടെ 2ാമത്തെ ഉപരാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. അത് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ സി പാർട്ട് 3 ആണ് ആൻസർ. പാർട്ട് 3യിലാണ് മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. പാർട്ട് 1 ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളെയും പറ്റിയാണ് പറയുന്നത്. പാർട്ട് 2 പൗരത്വത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി പാർട്ട് 3യിലാണ് മൗലികാവകാശങ്ങൾ. പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളെ പറ്റിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യനാണ് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളതെന്നാണ്. ഓപ്ഷൻ ബി രാഷ്ട്രപതിക്കാണ് അതിന് അധികാരമുള്ളത്. 33ാമത്തെ ക്വസ്റ്റ്യൻ സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്. ഓപ്ഷൻ ബി നിയമാവകാശം എന്നാണ് ആൻസർ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ അസ്പൃശ്യതാ നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ്. ആർട്ടിക്കിൾ 17 ആണ് ആൻസർ. അതായത് മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 നിയമസമത്വവും നിയമപരിരക്ഷയുമാണ്. ആർട്ടിക്കിൾ 15 പറയുന്നത് മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്നാണ്. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു വരുത്തുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 17 ആണ് അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ, അതായത് അക്കാദമിക്, മിലിറ്ററി യോഗ്യയുള്ള ബഹുമതികൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 18. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. 35ാമത്തെ ക്വസ്റ്റ്യനാണ് ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള ആർട്ടിക്കിളാണ് ചോദിച്ചത്. അനുച്ഛേദം 352 പ്രകാരമാണ്. മന്ത്രിസഭയിൽ നിന്നുള്ള എഴുതി തയ്യാറാക്കിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പാർലമെന്റിന്റെ അനുമതിയോട് കൂടിയാണ് ഈ അടിയന്തരാവസ്ഥ നീട്ടിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള 3 പ്രാവശ്യമാണ്. സായുധ കലാപം, വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നതാരെന്നാണ്. ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയൊക്കെ നിയമിക്കുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കെന്നാണ്. ഓപ്ഷൻ ബി സി ആണ്. രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്. 1993 സെപ്റ്റംബർ 28 ആൻസർ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് എന്നാണ്. ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരെന്നാണ്. ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ ആണ് ആൻസർ. സെക്രട്ടറി ജനറൽക്കാണ് പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. സെക്രട്ടറി ജനറലാണ്. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം. അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലാണ്. രേഖാംശ സ്ഥാനം പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യനാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതെന്നാണ്. ഓപ്ഷൻ ഡി കണ്ണൂരാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയും കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കണ്ണൂർ ജില്ലയാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ് കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും കണ്ണൂരാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്നാണ്? ഓപ്ഷൻ എ ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ഇനി ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേര്യമംഗലം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്നാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. 45-ാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ് എന്നാണ്? AD 1859 ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത്. ഇനി നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്ററും ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ ബി കേരളമാണ്. കേരളമാണ് ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര എന്നാണ്? ഓപ്ഷൻ ഡി 780 മെഗാവാട്ടാണ് ഇടുക്കി ഡാമിൻ്റെ സ്ഥാപക ശേഷി. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമും ഇടുക്കിയാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറുവൻ കുറത്തി മലകൾക്കിടയിലാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1969 ഏപ്രിൽ 30-നാണ്. ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് 1976-ലാണ്. ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണ്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ ബി മണിയാറാണ് ആൻസർ. പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ നോക്കാം. നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ ഡാം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപിലാണ്. ഈ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം കൂടിയാണ് നെയ്യാർ ഡാം. ഇനി പീച്ചി ഡാം പീച്ചി ഡാം തൃശ്ശൂരിലാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നദി മണലി നദിയിലാണ്. 1957-ലാണ് പീച്ചി ഡാം നിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. 1955-ലാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഇനി മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ മലമ്പുഴ നദി ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള മലമ്പുഴ നദിയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡനാണ്. ഇനി തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലടയിലാണ്. കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. 1961-ലാണ് തെന്മല ഡാം സ്ഥാപിച്ചത്. തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ശെന്തുരണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗറാണ്. ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി വയനാട് ജില്ലയിലെ കബനി നദിയിലാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പെരിയാറാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി 1887-ലാണ് ആരംഭിച്ചത്. അത് കമ്മീഷൻ ചെയ്തത് 1895-ലാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോൺ പെന്നി ക്വിക്കാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്കാണ്. ബ്രിട്ടീഷുകാരനായ ലോർഡ് വെൻലോക്കാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ ഡാം പാട്ടത്തിന് നൽകിയത്. ഇനി മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയത് സി അച്യുതമേനോനാണ്. 1970-ൽ സി അച്യുതമേനോൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്? ഓപ്ഷൻ ബി കൊച്ചി മുതൽ ഡോണ്ടി പോയിന്റ് വരെ എന്നാണ്. ദേശീയപാത 85 ബന്ധിപ്പിക്കുന്നത് കൊച്ചി മുതൽ ഡോണ്ടി പോയിന്റ് വരെയാണ്.
കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദേശീയപാത 766 766 കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി 744 കൊല്ലം തിരുമംഗലമാണ്. തിരുമംഗലം മുതൽ കൊല്ലം വരെയുള്ള ദേശീയപാത 744. ഇനി ദിണ്ടിഗൽ മുതൽ കൊട്ടാരക്കര വരെയുള്ളത് 183. ദേശീയപാത 183 ദിണ്ടിഗൽ മുതൽ കൊട്ടാരക്കര വരെയുള്ളത്. ഇനി സേലം ഇടപ്പള്ളി, സേലം മുതൽ എറണാകുളം വരെയുള്ളതാണ് 544. അടുത്ത ക്വസ്റ്റ്യനാണ് അയ്യങ്കാളി ജനിച്ച ദിവസം ഏതെന്ന്. 1863 ഓഗസ്റ്റ് 28 1863 ഓഗസ്റ്റ് 28 ജനനം. ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിളയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിളയിലാണ് ജന്മസ്ഥലം. ജന്മഗൃഹം പ്ലാവത്തറ വീടാണ്. പിതാവ് അയ്യൻ, മാതാവ് മാല, അതുപോലെ ഭാര്യയുടെ പേരാണ് ചെല്ലമ്മ. ബാല്യകാലത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ നാമം കാളി എന്നായിരുന്നു. അന്തരിച്ച വർഷം 1941 ജൂൺ 8. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിച്ചത്. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആളാണ് അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമിയാണ്. അതായത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി. ഇദ്ദേഹമാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന്. ഓപ്ഷൻ സി ആർ പാർവതി ദേവിയാണ് അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം എന്നാണ്. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി 1961 ആൻസർ. ആഗമാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. 55ാമത്തെ ക്വസ്റ്റ്യനാണ്, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ്. ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധിയാണ് ആൻസർ. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി വിശേഷിപ്പിച്ചത് പുലയരുടെ രാജാവ് എന്നാണ്. ഇനി ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരെന്നാണ്. ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ് ആൻസർ. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറലാണ്. ഇനി വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് സാമിത്തോപ്പ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്നാണ്. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ് ആൻസർ. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണ്. ഒന്നാം പാഴ്സി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പാഴ്സി വിപ്ലവം നടന്നത്.
ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ്. കണ്ണൂരിലെ പുരളിമലയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് കുണ്ടറ വിളംബരം നടന്നതെന്ന്. ഓപ്ഷൻ ഡി 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ് ഈ വിളംബരം നടത്തിയത്. 1909 ജനുവരി 11. 60ാമത്തെ ക്വസ്റ്റ്യൻ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് എന്നാണ്. ഓപ്ഷൻ സി 1859 ജൂലൈ 26 ജൂലൈ 26 ഈ ഒരു അവകാശം നൽകിയത്. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 ചാന്നാർ ലഹള രണ്ടാമത്തത് 1859 തിരുവിതാംകൂറിലാണ് നടന്നത്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ഇനി മാറുമറയ്ക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. 32 സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഇനി കുട്ടികളിൽ ഉണ്ടാവുന്ന പാൽപ്പല്ലുകളുടെ എണ്ണം 20. പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഒഡന്റോളജി. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെന്റെയിൻ, ഇനാമൽ എന്നീ വസ്തുക്കൾ കൊണ്ടാണ്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ഇനി പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതെന്നാണ്. ഓപ്ഷൻ സി ശ്വാസകോശമാണ്. ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശം. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ഇനി ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജിയാണ്. ഇനി ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരാസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറ. സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുയൽ അറിയപ്പെടുന്നത് ശ്വാസനാളം എന്നാണ്. ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനം അറിയപ്പെടുന്നത് അൺഎയറോബിക് റെസ്പിറേഷൻ എന്നാണ്. ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള ശ്വസനം എയറോബിക് റെസ്പിറേഷൻ ആണ്, വായു ശ്വസനം. 63ാമത്തെ ക്വസ്റ്റ്യൻ, രക്തപര്യായന വ്യവസ്ഥ കണ്ടെത്തിയത് ആരെന്നാണ്. ഓപ്ഷൻ ബി വില്യം ഹാർവിയാണ് ആൻസർ. ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ എന്നിവയാണ് രക്തപര്യായന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി രക്തം നേരിട്ട് കോശങ്ങളിലെത്താതെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തപര്യായനമാണ് അടഞ്ഞ രക്തപര്യായനം. അതായത് മനുഷ്യരിലെ രക്തപര്യായനം അടഞ്ഞ രക്തപര്യായനമാണ്. ഇനി രക്തത്തിന് സമാനമായിട്ടുള്ള ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യായനമാണ് തുറന്ന രക്തപര്യായനം. പാറ്റ, ചിലന്തി എന്നിവയിലൊക്കെ തുറന്ന രക്തപര്യായനമാണ്. ഈ രക്തപര്യായന വ്യവസ്ഥയിലെ കേന്ദ്രം ഹൃദയമാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നാണ്. ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് ആൻസർ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഛർദി, തുമ്മൽ, ചുമ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ആകൃതി ദണ്ടിൻ്റെ ആകൃതിയാണ്. 65ാമത്തെ ക്വസ്റ്റ്യനാണ്, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതെന്നാണ്. സെറിബെല്ലമാണ് ആൻസർ. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം സെറിബെല്ലം തന്നെയാണ്. അതുപോലെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രാണ്. ഭാവന, ചിന്ത, സ്വബോധം, ഓർമ്മ, ബുദ്ധി എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, പേശികളെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ ബി മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം. എന്താണ് ഓസ്റ്റിയോളജി? ഓസ്റ്റിയോളജി എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. നെഫ്രോളജി വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി ഫ്രിനോളജി എന്താണ്?
തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. രക്തത്തെ പറ്റിയുള്ള പഠനം ഹെമറ്റോളജിയാണ്. ഇനി ഹൃദയത്തെ പറ്റിയുള്ള പഠനമാണ് കാർഡിയോളജി. 67ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുള്ളതാണ്. ഇനി 68 ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ബയോട്ടിൻ ആണ്. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച് അല്ലെങ്കിൽ ജീവകം B7. 69ാമത്തെ ക്വസ്റ്റ്യൻ സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്. ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ റേച്ചൽ കൈസൻ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദ്യ വിഷയം എന്താണ് എന്നാണ്. DDT ആണ് റേച്ചൽ കൈസൻ്റെ സൈലന്റ് സ്പ്രിംഗിൽ പ്രതിപാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതെന്നാണ്. ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന് ആധാരമായ വാക്ക് ആറ്റമോസ് ആണ്. ആറ്റമോസ് എന്ന വാക്കിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിൻ്റെ ചാർജ് ലഭിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയുന്നത് ഡെമോക്രീറ്റസ് ആണ്. ഇനി ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ആറ്റത്തിൻ്റെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ തോറിയത്തിൻ്റെ അയിര് ഏതെന്നാണ്. ഓപ്ഷൻ എ മോണോസൈറ്റ് ആണ് തോറിയത്തിൻ്റെ അയിര്. ലെഡ് അല്ലെങ്കിൽ കറുത്തീയത്തിൻ്റെ അയിലാണ് ഗലീന. അതുപോലെ യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലൻഡും കർണോറ്റൈറ്റും. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അടുത്ത ക്വസ്റ്റ്യൻ മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതെന്നാണ്. ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം ആണ്. ഇനി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതെന്നാണ്. ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. എന്നാൽ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം, അതായത് 21% വരെ വരും, ഓക്സിജൻ ആണ്. ഇനി ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പ് ഓക്സിജൻ 3 അല്ലെങ്കിൽ O3 അല്ലെങ്കിൽ ഓസോൺ ആണ്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യൻ എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ഏതെന്നാണ്. ഓപ്ഷൻ സി സോപ്പാണ് ആൻസർ. സോപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സാപ്പോണിഫിക്കേഷൻ എന്നാണ്. സോപ്പ് നിർമ്മാണത്തിൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഗ്ലിസറിൻ. എണ്ണകളോ കൊഴുപ്പുകളോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നമാണ് സോപ്പ്. ഇനി വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ. എന്നാൽ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതെന്നാണ്. ഓപ്ഷൻ ഡി പ്ലാസ്മയാണ്. ദ്രവ്യാവസ്ഥകളിൽ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഊർജം അളക്കുന്നതിന് യൂണിറ്റ് ഏതെന്നാണ്. ഓപ്ഷൻ എ ജൂൾ ആണ് ആൻസർ. പ്രവൃത്തി, ഊർജം എന്നിവ അളക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. താപോർജം അളക്കുന്നതും ജൂൾ എന്ന യൂണിറ്റിലാണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. ഇനി ന്യൂട്ടൺ ഏതാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. വൈദ്യുതധാരയുടെ യൂണിറ്റ് ആണ് ആംബിയർ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്നത് പ്രകാശവർഷം എന്ന യൂണിറ്റിലാണ്. ഇനി ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഇലൂമിനൻസിൻ്റെ യൂണിറ്റ് ലെക്സ് ആണ്.
തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഓപ്ഷനിലില്ല. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയെ എന്താണ് വിളിക്കുക എന്നാണ്. ഓപ്ഷൻ ബി ബലമാണ്. ബലത്തിൻ്റെ ഇക്വേഷൻ ബലം ഈക്വൽ ടു മാസ് ഇൻറ്റു ത്വരണമാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്. ഇത് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതെന്നാണ്. ഓപ്ഷൻ എ വോയേജർ 1 ആണ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ലൂണ 2 ആണ്. ഇനി ചന്ദ്രൻ്റെ മറുവശത്തിൻ്റെ ചിത്രങ്ങൾ ആദ്യമായിട്ട് പകർത്തിയത് ലൂണ 3. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം എന്താണെന്ന് ചോദിച്ചാൽ അത് സെല്യൂട്ട് 1 ആണ്. സോവിയറ്റ് യൂണിയൻ്റെ സെല്യൂട്ട് 1 ആണ്. ഇനി അമേരിക്കയിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്കൈലാബ് ആണ്. ഇനി ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഹബിൾ ആണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് അസ്ട്രോസാറ്റ് ആണ്. അസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.